എന്താ പരിപാടി? ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ. ഹലോ, എന്ത് എന്ത്? ഞാനേ നിങ്ങളോട് എന്താ പരിപാടി? അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല. ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞു, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ, ആ പരിപാടി. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ സാജൻ സാറ് പറയുന്നത് പിഷുവിൻ്റെ പഞ്ചാരയടിയിൽ പിഷു വീണൊന്നുമില്ല ഒരു ഇതിൽ. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഭയങ്കര സുഹൃത്തുക്കളാണ്. ആ സുഹൃത്തുക്കളിൽ ഒരാളാണ് ഈ വോയിസ് പുറത്തു വിട്ടിരിക്കുന്നത്. ആര്? ശ്വേത എന്ന് പറയുന്ന ശ്വേത മേനോൻ തന്നെ. വേറെ ആരും അല്ലല്ലോ. ഇവർ തമ്മിൽ സംസാരിച്ചത് പുറത്തു വിട്ടത് ശ്വേത മേനോനാണ്. അപ്പോൾ ശ്വേത മേനോനെയല്ലേ നമ്മൾ സൂക്ഷിക്കേണ്ടത്? ശരിക്കും പിഷാരടിക്ക് ദോഷം ചെയ്യും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ശ്വേത മേനോൻ ഇത് പുറത്തു വിട്ടത്? അപ്പോൾ ശ്വേത മേനോൻ്റെ രാഷ്ട്രീയം എവിടെയാണ്? കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂട്ടി വായിക്കുമ്പോഴേ ശ്വേത മേനോൻ കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ കളി തന്നെയല്ലേ അവിടെ കളിച്ചത്. പാലക്കാടിൻ്റെ ഒരു MLA വീഴ്ത്താൻ വേണ്ടിയിട്ട് ഇതിലും മികച്ചൊരു അവസരമില്ല എന്ന് ശ്വേത മേനോന് മനസ്സിലായി. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും സംസാരിക്കുന്നത് പോലെ സംസാരിച്ച പിഷാരടി ഇപ്പോൾ ആരായി? പിഷു ഇപ്പോൾ ആരായി? ഇപ്പോൾ ട്രോളോട് ട്രോളാണ്. എന്താണെന്ന് വെച്ചാൽ പിഷു മാങ്കൂട്ടത്തിൽ എന്നാണ് പറയുന്നത്. അങ്ങനെ ട്രോളോട് ട്രോള് വരാനുള്ള കാരണം ആരാണ്? നമ്മുടെ ശ്വേത മേനോൻജി അല്ലേ? അപ്പം അവരുടെ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യത്തിൽ കൃത്യമായിട്ട് പിഷാരടി വീണില്ലേ? അതാണ് മക്കളെ പറയുന്നത് നീരാളിപ്പിടുത്തം എന്ന് പറയും. അതായത് ഇതൊന്നും കൃത്യമായിട്ട് വേറെ ആർക്കും മനസ്സിലാവില്ല. പക്ഷെ കൃത്യമായിട്ട് ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ 15 കോടി രൂപ വരും എന്ന് 15 കോടി കയറ്റം വരും, 15 ലക്ഷം കയറ്റം വരും. അതുപോലെ തന്നെ ക്രൗഡ് വലിയ വലിയ ഫണ്ട് മുതലാളിമാർ തരാൻ തയ്യാറാണ്. പക്ഷേ ശ്വേത മേനോൻ്റെ കഴിവ് കൊണ്ടാണത്. എങ്ങനെയാണ് ആ കഴിവ് വന്നത്? ഇതുപോലെ പാലക്കാട് സംഭവങ്ങളൊക്കെ ഒപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴേ പിഷാരടിക്ക് കുറച്ച് ക്ഷീണം തന്നെയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഈ നടന്മാരായാലും അല്ലെങ്കിൽ മറ്റു പലരായി കഴിഞ്ഞാലും ഇവർ സ്ത്രീകളോട് സംസാരിക്കുന്നത് ഇതേ അവസ്ഥ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിനി ടോമിനും വന്നിട്ടുണ്ട്. അതായത് ടിനി ടോമും ഇതുപോലെ ഡബിൾ മീനിങ്ങോട് കൂടി സംസാരിക്കും. അതായത് ഈ ഡബിൾ മീനിങ്ങോട് കൂടി സംസാരിക്കുന്ന സംഭവങ്ങൾ പല ആൾക്കാർക്കും ഇഷ്ടപ്പെടില്ല. പക്ഷേ ഇതിൽ ശ്വേത മേനോന് പ്രശ്നങ്ങളൊന്നുമില്ല. അവർ തമ്മിൽ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ അവരെപ്പോഴും പലപ്പോഴും ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയുന്നതാണ്. അതുമാത്രവുമല്ല, അവർ തമ്മിൽ യാതൊരുവിധ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നിട്ടും ശ്വേത മേനോൻ ഇത് പുറത്തു വിടണമെങ്കിൽ അവരുടെ രാഷ്ട്രീയം കൃത്യമായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കൃത്യരാഷ്ട്രീയമുണ്ട്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിഷാരടി ഇപ്പോൾ ഒരു MLA ആണ്, സിനിമാക്കാരുടെ ഒരു നേതാവാണ്, ഇതൊക്കെയാണ്. അപ്പോഴാണ് ഇങ്ങനെ സംസാരിച്ച ഒരു വ്യക്തി അത് പുറത്തുവിടാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ അവർ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണം, അതിൻ്റെ അകത്ത് പിഷാരടി എന്ന് പറഞ്ഞാൽ അതിര് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ശ്വേത അതിന് അനുവാദം പലപ്പോഴും മൗനാനുവാദം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ നിമിഷത്തിൽ താൻ എന്തോ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഇത് പുറത്തുവിട്ടതെങ്കിൽ നമ്മളെല്ലാവരും ശ്വേത മേനോനെ സല്യൂട്ട് ചെയ്തേനെ. അതായത് സല്യൂട്ട് ചെയ്യും ശ്വേത മേനോനെ. കാരണം താൻ എന്ത് വിവരക്കേടാണോ പറയുന്നത്? എൻ്റെ ഭർത്താവ് വന്നു കഴിഞ്ഞിട്ടാണോ പരിപാടി എന്ന് താൻ എന്ത് വിവരക്കേടാണ് പറയുന്നത് എന്ന് ശ്വേത മേനോൻ ചോദിച്ച് അത് പുറത്തുവിട്ടിരുന്നുവെങ്കിൽ ശ്വേത മേനോനെ സല്യൂട്ട് ചെയ്യായിരുന്നു. പക്ഷെ ഇത് ശ്വേത മേനോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അത് കൃത്യമായിട്ട് രാഷ്ട്രീയം വെച്ച് കളിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് പാലക്കാട് നമുക്ക് എല്ലാവർക്കും അറിയാം, BJPയിലെ A ക്ലാസ് മണ്ഡലമാണ് പാലക്കാട്. അത് പലപ്പോഴും പിടിക്കാൻ വേണ്ടിയിട്ട് അവർ പല കളിയും കളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ രാഷ്ട്രീയപരമായിട്ട് നമുക്ക് വലിയ ബന്ധമൊന്നും ഇല്ലെങ്കിലും കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ നമുക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ശ്വേത മേനോൻ ഇതാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്? ഞാൻ ശ്വേത മേനോൻ BJPക്കാരിയാണെന്നോ അല്ലെങ്കിൽ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്നോ എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശ്വേത മേനോന് ഈ ഒരു വാക്ക്, അതായത് ഈ ഒരു സംഭവം പുറത്തു വിടേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ആര് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പുറത്തുവിട്ടത്? ആർക്ക് വേണ്ടിയിട്ടാണ് പുറത്തുവിട്ടത് എന്നൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ പിഷാരടിയെ കൊടുക്കാൻ
അതായത് പിഷാരടി അത്രത്തോളം മോശക്കാരനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ സ്വന്തം വീട്ടുകാരോട് മാന്യതയോട് കൂടിയിട്ട് സംസാരിക്കുകയും അന്യരോട്, അന്യൻ്റെ ഭാര്യയോടായാലും സഹോദരിയോടായി കഴിഞ്ഞാലും ഇതുപോലെ ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുകയും ചെയ്യുന്നത് ചെറ്റത്തരെന്നേ ഞാൻ പറയുള്ളൂ. ഒരിക്കലും അത് നല്ല ഒരു സ്വഭാവമാണെന്ന് ഞാൻ പറയത്തേയില്ല. അതായത് ഇങ്ങനെ പറയുന്ന പല നടന്മാരും ഉണ്ട്. അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലാണ് എല്ലാവരും, അവരാരും കേൾക്കത്തില്ല. ഇവിടെ കേൾക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാൻ്റെ സഹോദരി, ആരാൻ്റെ ഭാര്യ, അതുകൊണ്ട് തന്നെ ഇവിടെ ഡബിൾ മീനിങ് എടുക്കാം എന്നുള്ള ചില ആൾക്കാരുണ്ട്. ഏതായാലും പിഷാരടി ആ ഒരു ടൈപ്പുള്ള ഒരു വ്യക്തിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ശ്വേതാമേനോനുമായിട്ടുള്ള ഈ ഒരു സംഭാഷണത്തിൽ അവർ തമ്മിലുള്ള ഒരു സൗഹൃദം കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അവിടെ ചതി ആരാണ് ചെയ്തത്? ശ്വേതാമേനോൻ തന്നെയാണ്, വേറെ ആരുമല്ല. ഏതായാലും ബാക്കിയും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഞാൻ ക്രൗൺ പ്ലാസ. ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ. ഹലോ, എന്ത് നിങ്ങളോട് ക്രൗൺ പ്ലാസ എന്താ പരിപാടി? അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല. ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞു, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ, ആ പരിപാടി അങ്ങനെയൊന്നുമല്ല. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. നിങ്ങളോട് ചോദിച്ചു എന്താ ഇന്ന് പരിപാടി? വൈകിട്ട് ഹസ്ബൻഡ് വരും. ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യമാണ്. അതാണ്. അല്ല, ഹസ്ബൻഡ് വന്ന് പോട്ടല്ല. യു ജസ്റ്റ് ടിഷ്യൂ. ഐ വാണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ. സഖാക്കൾ വെറുതെ ഇരിക്കുമെന്ന് കരുതുന്നുണ്ടോ? AKG സെന്ററിലെ വിദൂഷകർ വരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തിറങ്ങി. ഫെമിനിസ്റ്റുകളൊക്കെ കഴിഞ്ഞ കുറെ കാലത്തിന് ശേഷം മറ്റൊരു മാങ്കൂട്ടത്തെ കിട്ടിയതിന്റെ ആവേശത്തിലാണ്. അവർ പുറത്തിറക്കിയിരുന്ന പോസ്റ്ററാണിത്. രമേശ് മാങ്കൂട്ടത്തിൽ എന്നാണ് ആ പോസ്റ്ററിൽ വിശേഷണം. കോംറൈഡ്സ് ഇൻ IT എന്ന പേജിൽ ഇങ്ങനെ എഴുതുന്നു: പിഷാരടി ശ്വേതാമേനോൻ പുറത്തു വന്ന ഫോൺ സംഭാഷണം. പിഷാരടി എന്താ പരിപാടി? ശ്വേത, ഞാനിവിടെ ക്രൗൺ ക്ലാസ്സിൽ, വൈകിട്ട് ഹസ്ബൻഡ് വരും. അപ്പൊ ഏതായാലും ഇത് കൃത്യമായിട്ട് പിഷാരടിക്ക് നല്ലൊരു പണി തന്നെയാണ് കിട്ടിയത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ശ്വേതാമേനോൻ ഒരു കാരണവശാലും ഇതിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, അവർ ഏതെങ്കിലും തരത്തിൽ നീ ആരാടാ ഇത് ചോദിക്കാൻ, നീ ഇങ്ങനെയാണോടാ സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ നീ ഇങ്ങനെയാണോ പിഷു സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇത് പുറത്തു വിട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത് നമ്മളെല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി സ്വീകരിച്ചേനെ. പക്ഷേ ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ബന്ധം, അവർ തമ്മിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരി, അങ്ങനെ ചിരിക്കുമ്പോഴെങ്കിലും ചോദിക്കാമായിരുന്നു താൻ എന്താണോ ഇത്ര ചിരിക്കാം, എന്നാൽ ഇത് ഇത്ര ചിരിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അർത്ഥത്തിൽ തന്നെയാണ്. അതായത് ഭർത്താവ് വന്നിട്ടാണോ പരിപാടി എന്നൊക്കെ ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്രയും സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടല്ലേ. നേരെ മറിച്ച് എന്ന് പറഞ്ഞാൽ വേറെ ആരോടെങ്കിലും പിഷു അങ്ങനെ ചോദിച്ചതെങ്കിൽ ചിലപ്പോൾ ആ നിമിഷം തന്നെ മറുപടി കിട്ടും. ആ നിമിഷം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തടിച്ച പോലത്തെയുള്ള മറുപടി കൊടുക്കും. പക്ഷേ ശ്വേതാമേനോൻ ആയതുകൊണ്ട് മാത്രം എന്തും പറയാം, അല്ലെങ്കിൽ ശ്വേതാമേനോൻ ആയതുകൊണ്ടും തങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം കൊണ്ടും അങ്ങനെ ഒരു സംഭാഷണത്തിന് കുഴപ്പമില്ല. അതുകൊണ്ടാണ് പിഷാരടി അത് പറഞ്ഞതും. ഏതായാലും ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് ശ്വേതാമേനോൻ ഇതെടുത്തിട്ട് വെളിയിലിടുകയും ചെയ്തു. ഏതായാലും പാലക്കാടുള്ള MLAക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിൽ പേര് ദോഷം വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രവുമല്ല, ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ ഇയാളുടെ സീറ്റ് തന്നെ, അതായത് MLA സ്ഥാനം തന്നെ തെറിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവങ്ങളിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ശ്വേതാമേനോൻ ഇത് പുറത്തു വിട്ടിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ തെറ്റാണ്. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ. നന്ദി, നമസ്കാരം.